നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ധർമ്മസ്ഥലയിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ ദുരൂഹതകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വാദി തന്നെ പ്രതിയാവുന്ന സാഹചര്യം, അതായത് താൻ അത് കണ്ടു ഇത് കണ്ടു എന്ന് വെളിപ്പെടുത്തി ഭീകരത വിവരിച്ച വ്യക്തി തന്നെ കള്ളനാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മുഖംമൂടി ധരിച്ച ഒരാൾ, 80 വയസ്സുള്ള സ്ത്രീ, ഇവർ രണ്ടുപേരും കർണാടകയെ മുൾമുനയിൽ നിർത്തിയത് എത്ര ദിവസമാണ്? കർണാടകയെ മാത്രമല്ല, കേരളവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു ധർമ്മസ്ഥലയിലേക്ക്. ഒരുപാട് പേരെ കൊന്നു കുഴിച്ചു മൂടുന്നത് താൻ കണ്ടു എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥല കുഴിച്ചു മറിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. പക്ഷെ എല്ലാം അത് വെറും പൊള്ളയായ കാര്യങ്ങളായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നതോടെ ആ വ്യക്തിയെ സംബന്ധിച്ച്, അതായത് മുഖംമൂടി ധരിപ്പിച്ച് പോലീസ് കൊണ്ടുവന്ന ആ വ്യക്തിയുടെ ഐഡന്റിറ്റി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പോലീസ് തെളിവെടുപ്പിനെത്തിച്ചത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യയാണ്. ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിലെത്തിയ മകളെ കാണാനില്ലെന്ന പരാതിയുമായി രംഗത്തെത്തി കോളിളക്കം സൃഷ്ടിച്ചതാകട്ടെ സുജാത ഭട്ട് എന്ന വയോധിക. എന്തായാലും ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പരകൾ നടന്നു, താൻ അതെല്ലാം കണ്ടു, താൻ ഇത്രയും കാലം അത് ഭയം കാരണം മൂടിവെച്ചു, തന്നെ അവർ കൊന്നുകളയുമെന്ന് പറഞ്ഞാണ് താൻ ഒന്നും മിണ്ടാതിരുന്നത് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലായിരുന്നു ചിന്നയ്യ നടത്തിയത്. ചിന്നയ്യ അക്ഷരാർത്ഥത്തിൽ പോലീസിനെയും ഒരു സർക്കാരിനെയും ഒരു സംസ്ഥാനത്തെയും മാത്രമല്ല അയൽ സംസ്ഥാനത്തെയും ഒക്കെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയത് കുറേ ദിവസങ്ങളാണ്. ധർമ്മസ്ഥലയിൽ മഞ്ജുനാഥ ക്ഷേത്രം അധികാരികളുടെ ഭീഷണിക്ക് വഴങ്ങി 100-ലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്നായിരുന്നു ഇയാളുടെ വെളിപ്പെടുത്തൽ. നമ്മൾ ഒന്നാകെ നടുങ്ങി. ഇത്രയും പേരെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് ഒരു സംസ്ഥാനത്തെ അധികാരികളൊന്നും ചെയ്തില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നു. മാത്രമല്ല, ഇനി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കൊന്നു കുഴിച്ചു മൂടിയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ ഒരു മൃതദേഹ അവശിഷ്ടങ്ങൾ, അതായത് എല്ലുകൾ ഉണ്ടാകും, അസ്ഥികൂടങ്ങൾ ഉണ്ടാകും. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു, ഒന്നുപോലും കണ്ടെത്താനാകുന്നില്ല. അങ്ങനെ ഒടുവിൽ താൻ കള്ളം പറഞ്ഞതാണെന്ന് അയാൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ തന്നെയായിരുന്നു സുജാത ഭട്ടും മകളെ കാണാനില്ലെന്ന പരാതിയുമായി ആരോപണവുമായി രംഗത്ത് വന്നത്. നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ഇരുവരുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. വിവാദങ്ങൾക്ക് അവസാനമായിരിക്കുകയാണ്. പക്ഷേ രണ്ടുപേരും കൂടി ചേർന്ന് കബളിപ്പിച്ചത് ഒരുപാട് മനുഷ്യരെയാണ്. ചിന്നയ്യയുടെ വാദങ്ങൾ പൊളിച്ചത് മൊഴിയിലെ വൈരുദ്ധ്യമായിരുന്നു. മാത്രമല്ല, ഹാജരാക്കിയ തെളിവുകളും ചിന്നയ്യയ്ക്ക് തിരിച്ചടിയായി. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ തന്നെ പേരിൽ ചിന്നയ്യ ഒരു തലയോട്ടി പോലീസിന് മുന്നിൽ ഹാജരാക്കി. ഇത് പുരുഷന്റെ തലയോട്ടിയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. ഇതാണ് ചിന്നയ്യയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറിയത്. അന്വേഷണ സംഘത്തിന് പിന്നാലെ സംശയം വർദ്ധിക്കുന്നു. ഇയാൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന ചോദ്യം ഉയരുന്നു. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ചിന്നയ്യ പറഞ്ഞ സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കുന്നതിനൊപ്പം ഇയാളുടെ താമസ സ്ഥലത്തടക്കം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ചിന്നയ്യ ആരോപണം ഉന്നയിച്ചതെന്നാണ് ചിന്നയ്യയുടെ ഭാര്യ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് ഇയാളെന്നും ഭാര്യ വെളിപ്പെടുത്തിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിനിടെ തലയോട്ടി മറ്റൊരിടത്ത് നിന്ന് സംഘടിപ്പിച്ചതാണെന്ന് ഇയാൾ തുറന്നു പറഞ്ഞു. മനുഷ്യാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ചിന്നയ്യയുടെ വാദങ്ങൾക്കെതിരായി മാറി. ഇതോടെ ഇയാളെ അറസ്റ്റ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ചോദ്യം ചെയ്യലിലൂടെ എന്താണ് ഇയാളുടെ ലക്ഷ്യം? വെറും പ്രശസ്തി മാത്രമായിരുന്നോ? മറ്റാരെങ്കിലും പിന്നിലുണ്ടോ? ആരൊക്കെയാണ് പിന്നിലുള്ളത്? ചോദ്യങ്ങൾ ഒരുപാട് ശക്തമാകുന്നു. ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. വിവാദ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച ചിന്നയ്യ തലയോട്ടിയും അസ്ഥിഭാഗങ്ങളും തെളിവായി ഹാജരാക്കിയിരുന്നു. ഈ തലയോട്ടി കുഴിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 1998, 2014 ഈ ഒരു വർഷത്തിനിടയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിൽ ജൂലൈ 3-നാണ് കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം തുടങ്ങിയത്. ജൂലൈ 19-ന് SITക്ക് കൈമാറി. 17 സ്ഥലങ്ങളിൽ കുഴിച്ചു പരിശോധിച്ചു. പക്ഷേ 2ഇടത്തു നിന്നും അസ്ഥിഭാഗങ്ങൾ കിട്ടി. ഇതിന്റെ ഫോറൻസിക് റിപ്പോർട്ടും തുടരന്വേഷണത്തിൽ ഏറെ നിർണായകമാകും. ഈ അസ്ഥി ഭാഗങ്ങൾ കിട്ടിയത് ആരുടേതാണ് എന്നതും ഒരു ചോദ്യം തന്നെയാണ്. ആരോപണങ്ങൾ തെറ്റായിരുന്നുവെന്നാണ് സുജാത ഭട്ടും പറയുന്നത്. 2003-ൽ മകളെ ധർമ്മസ്ഥലയിൽ കാണാതായി എന്ന് ആരോപിച്ചത് കള്ളമാണ്. ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അത് ചെയ്തത് എന്നാണ് സുജാത ഭട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെ ഒരു മകളെ ഇല്ല, ധർമ്മസ്ഥലയോടും ജനങ്ങളോടും ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. മകൾ അനന്യ ഭട്ടിനെ കാണാതായെന്ന് പോലീസിൽ പരാതി നൽകിയ സുജാതയോട് രേഖകളുമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് സുജാത ഭട്ട് മലക്കം മറിഞ്ഞിരിക്കുന്നത്. സുജാത ഭട്ട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: മകളെ കാണാതായെന്ന പരാതി കെട്ടിച്ചമയ്ക്കാൻ സ്വത്ത് പ്രശ്നം കാരണം ചിലർ സമ്മർദ്ദം ചെലുത്തി. അനന്യ എന്ന മകളുണ്ടെന്നും മംഗളൂരുവിലും മണിപ്പാലിലും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നുവെന്നും പറഞ്ഞത് നുണയാണ്. സുജാത ഭട്ടിന്റെ വീടിന് സുരക്ഷ ശക്തമാക്കാനും അന്വേഷണം ഊർജിതമാക്കാനും കർണാടക ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
അതേസമയം ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളികൾക്കെതിരെ മുൻ ഭാര്യ രംഗത്ത് വന്നിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ 100ഓളം പേരെ കൊന്നു കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തൽ നടത്തിയ മാണ്ഡ്യ ചിക്കബള്ളി സ്വദേശി CN ചിന്നയ്യക്കെതിരെയാണ് ഇയാളുടെ മുൻ ഭാര്യ ആരോപണവുമായി രംഗത്ത് വന്നത്. ധർമ്മസ്ഥലയിലെ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുന്ന ഇയാളുടെ വെളിപ്പെടുത്തൽ വ്യാജമാണെന്നും ഹാജരാക്കിയ തെളിവുകളടക്കം കള്ളമാണെന്നും കണ്ടെത്തി. തുടർന്നാണ് തെറ്റായ വിവരങ്ങൾ നൽകി കബളിപ്പിച്ചതിനും വ്യാജ തെളിവുകളടക്കം ഹാജരാക്കിയതിനും ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെയാണ് ചിന്നയ്യക്കെതിരെ മുൻ ഭാര്യയും വിവിധ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പണത്തിന് വേണ്ടിയാകാം ചിന്നയ്യ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചതെന്നാണ് ഇയാളുടെ മുൻ ഭാര്യ രത്നമ്മ പറയുന്നത്. ചിന്നയ്യ ഒരു നുണയനാണ്, കള്ളം പറയുന്നത് പതിവാണ്. വിവാഹമോചന കേസിനിടെ കോടതിയിൽ പോലും ഇയാൾ കള്ളം പറഞ്ഞു. നാഗമംഗലയിലെ തദ്ദേശ സ്ഥാപനത്തിലെ തൊഴിലാളിയാണ് ഇയാളുടെ മുൻ ഭാര്യ രത്നമ്മ. 2006 ചിന്നയ്യയും രത്നമ്മയും വിവാഹമോചിതരായത്. ഈ ബന്ധത്തിൽ ഒരു മകളും മകനുമുണ്ട്. ചിന്നയ്യയ്ക്ക് ഭീമ എന്നും പേരുണ്ടെന്നാണ് രത്നമ്മ പറയുന്നത്. പലതവണ ഇയാൾ തന്നെ മർദ്ദിച്ചിരുന്നതായും വിവാഹമോചന നടപടികൾക്കിടെയും മർദ്ദനം തുടർന്നതായും ഇവർ ആരോപിക്കുന്നുണ്ട്. വിവാഹമോചന കേസിനിടെ കോടതിയിൽ പോലും ചിന്നയ്യ കള്ളം പറഞ്ഞു. ജോലിയില്ലെന്നും അതിനാൽ ജീവനാംശം നൽകാനില്ലെന്നുമായിരുന്നു ചിന്നയ്യ അന്ന് കോടതിയിൽ കള്ളം പറഞ്ഞത്. തനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ലെന്നും പിന്നീട് മക്കളുടെ പിന്തുണയിലാണ് താൻ ജീവിച്ചതെന്നും ഇവർ പറയുകയുണ്ടായി. ഒരുമിച്ച് ജീവിക്കുന്നതിനിടെ ധർമ്മസ്ഥലയിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നോ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്നോ ചിന്നയ്യ പറഞ്ഞിരുന്നില്ല. വിവാദമുണ്ടാക്കി പണമുണ്ടാക്കാനായിരിക്കാം ചിന്നയ്യ ശ്രമിച്ചതെന്നും രത്നമ്മ പറഞ്ഞു. അതിനിടെ ചിന്നയ്യ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആളാണെന്ന് നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ട്. ചിന്നയ്യ ധർമ്മസ്ഥലയിൽ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ തന്നെ അത് അടിസ്ഥാനരഹിതമായിരിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 1994 അച്ഛന്റെ മരണശേഷം മൂത്ത സഹോദരനാണ് ചിന്നയ്യെ ധർമ്മസ്ഥലയിലേക്ക് കൊണ്ടുപോയത്. ഇയാളുടെ സ്കൂളിലെ സഹപാഠി കൂടിയായ നാട്ടുകാരനാണ് ഈ വെളിപ്പെടുത്തൽ അടക്കം നടത്തിയിരിക്കുന്നത്. അതിനുശേഷം അവിടെ ശുചീകരണ തൊഴിലാളിയായി ചിന്നയ്യ ജോലി ചെയ്യുന്നു. 2014 ചിന്നയ്യ ചിക്കപ്പള്ളി ഗ്രാമത്തിലേക്ക് തിരികെ എത്തുന്നു. കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ തന്റെ ഭാര്യയാണെന്നാണ് ചിന്നയ്യ അവകാശപ്പെട്ടത്. ധർമ്മസ്ഥലയിൽ താമസിക്കുന്നതിനിടെ ചിന്നയ്യ 3 തവണ വിവാഹം കഴിച്ചെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എല്ലാ വിവാഹ ബന്ധങ്ങളും തകർന്നു. ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന നാട്ടുകാരെയെല്ലാം ചിന്നയ്യ അവിടെ സഹായിച്ചിരുന്നു. ക്ഷേത്ര ദർശനത്തിനുള്ള സൗകര്യമൊരുക്കാനും അയാൾ സഹായം ചെയ്തിരുന്നു എന്ന വെളിപ്പെടുത്തലും ഈ ഒരു പരിചയക്കാരൻ നടത്തിയിരിക്കുകയാണ്. എന്നാൽ വെള്ളിയാഴ്ച രാത്രി മുഴുവൻ ഇയാളെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനൊടുവിലാണ് ധർമ്മസ്ഥല കേസിലെ പരാതിക്കാരനും പ്രധാന സാക്ഷിയുമായിരുന്ന മുൻ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ നേരത്തെ ഹാജരാക്കിയ തലയൊട്ടി ഉൾപ്പെടെയുള്ള തെളിവുകൾ വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ മൊഴി അനുസരിച്ച് ധർമ്മസ്ഥലയിലുള്ള വിവിധയിടങ്ങളിൽ SIT കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഒരിടത്തു നിന്ന് മാത്രമാണ് അസ്ഥി കണ്ടെത്തിയത്. എന്തായാലും കെട്ടിച്ചമച്ച കള്ളക്കഥകളായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു മലയാളി സാന്നിധ്യം കൂടി അവിടെ ഉണ്ടായിരുന്നു, മനാഫും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. മനാഫിനും ഇത് കുരുക്കാകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.